ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നാടൻ ചിക്കൻ ഫ്രൈ ആണ് ചെയ്യുന്നത്. കുറേ ആളുകൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പി ആയിരുന്നു നാടൻ രീതിയിലുള്ള ഒരു ചിക്കൻ ഫ്രൈ കാണിക്കുക എന്നുള്ളത്. അപ്പോൾ ഏറ്റവും നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ തന്നെയാണിത്. അപ്പോൾ ഇതെങ്ങനെ എളുപ്പത്തിൽ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈ റെഡിയാക്കാനായിട്ട് 700 ഗ്രാം ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ പീസായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. വലുതാക്കിയിട്ട് മീഡിയം വലുപ്പത്തിൽ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ കഴുകി എടുത്തിട്ട് കുറച്ച് നേരം വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെക്കണം. ആ ഒരു വെള്ളത്തോട് കൂടെ തന്നെ മസാലപ്പൊടികളൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത്. ആദ്യം ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, ഒരു വലിയ ചെറുനാരങ്ങ പിഴിഞ്ഞ് ജ്യൂസ് എടുത്തിട്ടുള്ളതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1.5 ടീസ്പൂൺ കോൺഫ്ലോർ, പിന്നെ ഒരു 1 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ അപ്പം ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പൊടി, നല്ലൊരു ക്രിസ്പി മുരുവര കിട്ടാൻ വേണ്ടിയിട്ട്. 1/4 ടീസ്പൂൺ വലിയ ജീരകം, പൊടിച്ചിട്ടൊന്നുമില്ല, അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, രണ്ടും കൂടെ 1-1.25 ടേബിൾ സ്പൂൺ ഒക്കെ മതിയാകും. പിന്നെ ഇതിലേക്ക് നമ്മൾ മെയിനായിട്ട് കുറച്ച് ഉണക്കമുളക് ചതച്ചത് ചേർക്കുന്നുണ്ട്, ഒരു 1.5 ടേബിൾ സ്പൂൺ. ഈ ഒരു ചിക്കൻ ഫ്രൈയിൽ കാര്യമായിട്ട് വരുന്നത് എരിവൊക്കെ ഇത് തന്നെയാണ് കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. കൈ ഉപയോഗിച്ചിട്ട് തന്നെ മിക്സ് ആക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. കുറച്ച് കൂടുതൽ സമയം വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. നാളത്തേക്ക് വേണ്ടിയിട്ട് ഇന്ന് തലേദിവസം രാത്രിയൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ 1-2 മണിക്കൂറൊക്കെ സമയത്തിനനുസരിച്ച് വെക്കുക. തീരെ സമയമില്ലാത്തപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ മസാല ആക്കി അപ്പം തന്നെ ഫ്രൈ ചെയ്യലുണ്ട്. പക്ഷെ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. ഫ്രീസറിലല്ല, ഒരു 1-2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഓയിൽ ചൂടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മളിത് നാടൻ രുചിയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ എപ്പോഴും വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നന്നായിരിക്കും. എപ്പോഴും നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണയിലേക്ക് ഇട്ട ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത്. ഇതുപോലെ അങ്ങ് ഫ്രൈ ആവുന്ന സമയത്ത് ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാനും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ട് ഒരു 3-4 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 3-4 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് തുറന്നിട്ട് പിന്നെ ബാക്കിയുള്ളത് സാധാ പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് ചിക്കൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ഉണ്ടാവും, പുറം അത്യാവശ്യം നല്ല ക്രിസ്പി ഉണ്ടാവും കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ തന്നെ ചെയ്താൽ മതിയാകും. ഇത് പിന്നെ ചെറിയ പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് റെഡിയായി ഫ്രൈ ആയി കിട്ടും കേട്ടോ. ഇപ്പോൾ 2 ഭാഗവും കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് 2-3 ചുവന്ന മുളക് പൊട്ടിച്ചിട്ട് അതിൻ്റെ ആ ഒരു അരി ഉണ്ടല്ലോ, കുരു, അത് മാത്രം ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത് മൊത്തത്തിൽ കാണാൻ ഒരു മുളകിൻ്റെ ഒരു ഭംഗിയുണ്ട്. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 2ാമത്തെ സെക്ഷനിൽ 2 മുളക് എക്സ്ട്രാ പൊട്ടിച്ച് അതിൻ്റെ കുരു മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2ാമത്തെ ബാച്ചും ചിക്കൻ ഫ്രൈ ചെയ്ത് ഇതുപോലെ തന്നെ കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നാടൻ ചിക്കൻ ഫ്രൈ എന്ന് പറയുന്നത്. ഇത് ഇതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഭംഗിക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പപ്പടം ഇതുപോലെ നീളത്തിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. കത്തി വെച്ചിട്ട് നീളത്തിലൊന്ന് മുറിച്ചെടുക്കുക ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് അതൊന്ന് നമ്മൾ ചിക്കൻ വറുത്തിട്ടുള്ള എണ്ണയിൽ തന്നെ ഒന്ന് വറുത്തെടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. പപ്പടം വറുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നേരത്തെ ചിക്കൻ വറുത്തത് വെളിച്ചെണ്ണയിലാണെങ്കിൽ അതിൽ നിന്ന് തന്നെ എടുത്താൽ മതി കേട്ടോ, 2 ടേബിൾ സ്പൂൺ. എന്നിട്ട് ഇതിലേക്ക് ഒരു 2-3 അല്ലി വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ മുറിച്ചത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 6-7 ചെറിയ ഉള്ളി ഇതുപോലെ നീളത്തിൽ മുറിച്ചതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 3-4 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുക. ഒരുപാട് എരിവ് കൂടുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ, കാരണം ചിക്കൻ ഫ്രൈ അല്ലേ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 4-5 കാഷ്യൂ ഇതുപോലെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ നമ്മൾ പച്ചമുളക് ചേർത്തതിന് പകരമായിട്ട് നല്ല കാന്താരി മുളക് ഉണ്ടെങ്കിൽ കുറച്ച് ചതച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, സൂപ്പർ ടേസ്റ്റ് തന്നെയായിരിക്കും. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1 അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ കൂടെ ഉണക്കമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ചൊരു സ്പൈസി ആയിട്ടുള്ള ഫ്രൈ ആണ്, എന്നാൽ ഒരുപാട് സ്പൈസി ആവുമൊന്നുമില്ല.
ലാസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണയിൽ ഇതുപോലെ എല്ലാം വറുത്തിട്ട് ചിക്കനിൽ മിക്സ് ആക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുതൽ കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഈ സമയത്ത് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കണം. കറിവേപ്പില കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നന്നായിരിക്കും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡിയായി. അപ്പോൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള ഒരു പപ്പടം ഉണ്ടല്ലോ, അത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിലൂടെ കുറച്ച് ഇട്ട് കൊടുക്കാൻ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നാടൻ രീതിയിലുള്ള ചിക്കൻ ഫ്രൈ എന്ന് പറയുന്നത് കേട്ടോ. ഇത് ചൂടോടുകൂടെ കഴിക്കുമ്പോഴുള്ള ടേസ്റ്റിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. ചിക്കൻ സെർവ് ചെയ്യുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉള്ളി, ക്യാരറ്റ്, സാലഡൊക്കെ സൈഡിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ എങ്ങനെ വേണമെങ്കിലും ഇഷ്ടം പോലെ കഴിക്കാം കേട്ടോ. അപ്പം ഈ ഒരു നാടൻ രീതിയിലുള്ള ചിക്കൻ ഫ്രൈ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നല്ലൊരു റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്